Hello future doctors, welcome to Eduport. Hi, I'm Afra, third year MBBS student at Calicut Medical College. NEET examന് വേണ്ടി ഇനി വെറും 5 months നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഇന്ന് നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ്. എല്ലാ ദിവസവും നിങ്ങൾ നാളെ എന്ന് വെച്ച് മാറ്റി വെക്കാറല്ലേ? പക്ഷെ ഇനി സമയമില്ല, ഇന്ന് നിങ്ങൾ തുടങ്ങിയേ പറ്റൂ. നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കയറിയ എല്ലാ ടോപ്പേഴ്സും നിങ്ങളുടെ ഒരു ടൈമിൽ കൺഫ്യൂസ്ഡ് ആണ്, ഓവർവെൽംഡ് ആണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അവരും നിങ്ങളും തമ്മിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ദേ സ്റ്റാർട്ടഡ് even though they were confused എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്ന് അറിയാതിരിക്കുന്ന സമയത്താണെങ്കിലും അവർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൊമെന്റം ഇസ് ബിൽറ്റ് ബൈ ആക്ഷൻ, നോട്ട് മോട്ടിവേഷൻ. സോ ഇന്നാണ് നിങ്ങൾ പഠിക്കാൻ വിചാരിച്ചിട്ടുള്ളത്, ഇന്ന് തന്നെ തുടങ്ങാം. ഞാനൊരു കാര്യം പറയാം, ഒരു ചെറിയൊരു സ്റ്റാർട്ട് പ്ലാനിങ്ങിൽ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു 10 മിനിറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫോൺ ഒന്ന് മാറ്റി വെക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണാവട്ടെ ടാബ് ആവട്ടെ എന്താണെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് എടുക്കുക. ബയോളജി, ഫിസിക്സോ കെമിസ്ട്രിയോ, പ്രിഫറബിളി ഒരു ബയോളജി ടെക്സ്റ്റ് അല്ലെങ്കിൽ കെമിസ്ട്രി ടെക്സ്റ്റാണ് ഞാൻ പറയാം. മുന്നിലേക്ക് അത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ചാപ്റ്റർ ചൂസ് ചെയ്തോട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അത് പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നിലിരിക്കുക. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും, ഉറപ്പാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഷോർട്സിന്റെ റീൽസിന്റെ കാലഘട്ടത്തിലല്ലേ, എന്തായാലും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിന് മുന്നിൽ ഇരിക്കാൻ വേണ്ടി നോക്കുക. പഠിച്ചോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആകെ ഒരു ചാപ്റ്ററിൽ ഒരു 1, 2, 3 പേജെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആവും. ആ വായിച്ച സാധനത്തിന്റെ ഒരു 10 ക്വസ്റ്റ്യൻ, ഒരു വായിച്ച ചാപ്റ്റർ ഉണ്ടല്ലോ അതിന്റെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്കുള്ള ഒരു 5 മാസമാണ്. ഇത് നിങ്ങൾ 5 മാസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ദിവസം നിങ്ങൾ 10 മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമല്ല കേട്ടോ. 2 മണിക്കൂർ, 3 മണിക്കൂർ, അത് കൂട്ടി 4-5 മണിക്കൂർ ആക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നും. ബിക്കോസ് ആ 10 മണിക്കൂർ നിങ്ങൾ ബുക്കിന് മുന്നിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഓവർതിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്ര നേരം പഠിച്ചിട്ടും കാര്യമില്ല, അത് നിങ്ങൾക്ക് ഒരിക്കലും എഫക്റ്റീവ് ആവില്ല. ബട്ട് ഇഫ് യു ആർ സിറ്റിംഗ് ഫോർ 2 hours, ആ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നത് പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നീറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. നിങ്ങളിപ്പോൾ 1 മണിക്കൂറാണ് ഡിലേ ആക്കുന്നത്, ഒരു ദിവസമാണ് നിങ്ങൾ ഡിലേ ആക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ മുന്നിലേക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസ് പോകുന്നുണ്ട്, അവർ നിങ്ങളെക്കാളും പഠിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ടോപ്പേഴ്സിന്റെ റാങ്ക് ഒക്കെ കാണുന്ന സമയത്ത് വിചാരിക്കാറില്ലേ അവർക്ക് എത്ര മാർക്ക് കിട്ടാനുള്ള കാരണം, ഞാനും കുറെ പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ അവരെല്ലാവരും പഠിക്കുന്നത് ഒരു 5 മണിക്കൂറാണെങ്കിലും 6 മണിക്കൂറാണെങ്കിലും ഫോക്കസ്ഡ് ആയി കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിന് പകരം നമ്മൾ ഓരോരുത്തർ, ഇൻക്ലൂഡിങ് മീ, ഞാൻ പോലും പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ ബുക്കിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ചിന്ത വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫ്യൂച്ചറിനെ കുറിച്ച് കുറേ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എന്തുകൊണ്ട് അന്ന് പഠിച്ചില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. പാസ്റ്റ് ഇസ് പാസ്റ്റ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പാസ്റ്റ് ആലോചിച്ചിട്ട് റിഗ്രറ്റ് അടിക്കാൻ ആവശ്യമില്ല. അത് പോയി. നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിൽ പോലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ പാസ്റ്റിലാണ്. അതൊക്കെ നിങ്ങൾ അവിടെ കളഞ്ഞിട്ട് മുന്നിലേക്ക് വരിക, ഇപ്പോഴത്തെ പ്രസന്റിലേക്ക് വരിക. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ സമയത്ത്, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് മുന്നിലുള്ള ബുക്ക്, അതിന് മുന്നിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായിരിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ്, അതിലേക്കായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ. എന്നാൽ മാത്രമേ നാളെ നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനുള്ള ഒരു കഴിവുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അയാൾക്ക് മരുന്ന് എഴുതി കൊടുക്കാനുള്ള ആ ഒരു കോൺസെൻട്രേഷൻ, ആ ഒരു ഫോക്കസ്, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ നീറ്റിന്റെ ഫേസിൽ തന്നെ, ഈ നീറ്റിന്റെ ഫേസിൽ നിങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ നാളെ ഒരു കാഷ്വാലിറ്റി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 180 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നീറ്റിനുള്ളത് അല്ലേ? 180 ക്വസ്റ്റ്യൻസ് ഫിസിക്സും കെമിസ്ട്രി ബയോളജിയും കൂടി കൂട്ടിയിട്ട് 180 ക്വസ്റ്റ്യൻസ്. ഈ 180 ക്വസ്റ്റ്യൻസ് 180 പേഷ്യൻസിന് പോലെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുന്നിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്തു. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ OPയിൽ ഇരിക്കുന്ന സമയത്ത് മുന്നിൽ വരുന്നൊരു പേഷ്യൻറ്റും പിന്നെ അടുത്ത് വരുന്നൊരു പേഷ്യൻറ്റും. മൂന്നാമത് വരുന്ന ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് എന്താണ് ഡയഗ്നോസിസ് എന്ന് മനസ്സിലാവുന്നില്ല, അയാൾക്ക് എന്താ അസുഖം എന്ന് മനസ്സിലാവുന്നില്ല. അയാൾക്ക് ലാബ് റിപ്പോർട്ടുകളൊക്കെ കൊടുത്തു, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ചെക്കപ്പിനൊക്കെ വിട്ടു. നാലാമത് വരുന്ന ഒരു പേഷ്യൻറ്റിനെ, അയ്യോ എനിക്ക് മൂന്നാമത്തെ പേഷ്യൻറ്റിൻ്റെ അസുഖം എന്താ മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ച് നാലാമത്തെ ഒരു പേഷ്യൻറ്റ് നിങ്ങൾ നോക്കാതിരിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ OMRൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ MCQs ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. അവിടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഈവൻ ദോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും 4ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണെങ്കിൽ 5 മാസം കൃത്യമായി പഠിക്കുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന്റെ ഹാളിൽ എത്തുന്ന സമയത്ത് എക്സാം എഴുതാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. നിങ്ങൾ വിചാരിച്ചൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ വിചാരിച്ചൊരു കോളേജിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. പക്ഷെ അതിനൊക്കെ വേണ്ടി ഒരു കാര്യം, ഇന്ന് നിങ്ങൾ തുടങ്ങണം. നാളത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. ഇന്ന് തന്നെ തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.